ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ മുതിർന്ന പൗരന്മാർ ഒരുപാട് ക്ലേശതകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം അവരെ തള്ളിക്കളയുകയും ഉപദ്രവിക്കുകയും സ്വന്തം മക്കൾ തന്നെ കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാത്ത സാഹചര്യങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങൾ നിഷ്കർഷിക്കുന്ന തരത്തിൽ അത് എന്താ പറയുന്നത്, അത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാനൊക്കില്ല. പക്ഷേ നമ്മൾ പത്രത്തിൽ കൂടെ വായിച്ചറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വൃദ്ധസദനങ്ങളിൽ ഞാൻ 1-2 നെയ്യാറ്റിൻകര അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും വൃദ്ധസദനങ്ങളൊക്കെ പറയുന്നെങ്കിലും അവിടെ അവരുടെ റൂമെടുത്ത് അവർ താമസിക്കുന്നതുകൊണ്ട് ശരിയാണ്, ആഹാരവും കിട്ടും, എല്ലാം എന്ന് പറയുന്നില്ല. പക്ഷേ അത് അത്ര ഒരു മാനസികമായ രീതിയിൽ സുഖമാണോ എന്ന് ചോദിച്ചാലില്ല. മനസ്സിലായി? അവരിപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് അവിടെ നിന്ന് വിടുന്നത് കുറച്ച് കാശ് അയച്ചു കൊടുക്കും. ഈ വൃദ്ധസദനം നടത്തുന്നതിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവിടെ കൊണ്ടിട്ട് വൃദ്ധരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് എത്രത്തോളം കാശ് കിട്ടും, അവർക്ക് പരിരക്ഷ കൊടുക്കുക, ആഹാരമൊക്കെ കൊടുക്കും, റൂമുണ്ട്. പക്ഷേ ഇത് മഹാപാപമാണ്. കാരണം ഈ മക്കൾ പൈസ അയച്ചു കൊടുത്ത പൈസ നിർവഹിക്കുന്നതല്ല വൃദ്ധന്മാരുടെ ജോലി. കാരണം അവര് നമ്മുടെ ഒരു കാര്യം പറയാം, പുസ്തക സ്ഥാപിത വിദ്യ പരഹസ്ത ഹതം ധനം ദേശാന്തരെ ഗതപുത്ര നാമമാത്ര ഉപാചരെ എന്നാണ് നീതിസാരം പറയും. അത് പറയാനേ കൊള്ളാവൂ. അത്രേ ഉള്ളൂ. നമ്മളെ പണമാണ്, കണ്ടവന്റെ കയ്യിൽ അകപ്പെട്ടു പോയാൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പരഹസ്ത ഹതം ധനമാണ്. പുസ്തക സ്ഥാപിത, പുസ്തകത്തിനകത്ത് വിദ്യയുണ്ട് എന്ന് വിചാരിച്ച് പുസ്തകത്തിനകത്ത് ഇരിക്കുകയുള്ളൂ. അത് കൈകാര്യം ചെയ്താലേ വരുള്ളൂ. പുസ്തകത്തിൽ ഇരിക്കുന്ന വിദ്യയും പുസ്തക സ്ഥാപിത പരഹസ്ത ഹതം തന്നെ, നമ്മളെ പണമാണ് വേറൊരുത്തന്റെ കയ്യിലായിപ്പോയി. അതും ദേശാന്തരെ ഗതപുത്ര, ദേശം വിട്ടിരിക്കുന്ന ഒരു മകനും നാമമാത്രം ഇത്രയും പറയാനേ കൊള്ളാവൂ, പ്രയോജനത്തിന് വരില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഇവരിപ്പോൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി പ്രായമായ വയസ്സായി അവർക്ക് അമേരിക്കയിലാണ് ആസ്ട്രേലിയയിലാണെന്ന് അവരിവിടെ കൊണ്ടാക്കിയിട്ട് അവരങ്ങ് പോകും. അല്ലാതെ അവരെ കൂടെ കൊണ്ടുപോയി നോക്കാന്നുള്ള മനസ്സ് അവർക്കും വരുന്നില്ല. കാരണം ഇവരുടെ അറ്റാച്ച്മെന്റ് അത്രയ്ക്ക് അകന്നുപോയി. അമ്മയ്ക്കും മക്കൾക്കും ശിഥിലീകരിക്കപ്പെടും. ഇനിയിപ്പോൾ അവരെ ഒന്നിക്കാമെന്ന് വിചാരിച്ചാൽ ഈ വണ്ടി ഓടുന്നതിലെല്ലാം സ്പെയർ പാർട്സ് എല്ലാം എടുത്ത് കഴുത്തി വിട്ടതുപോലെ ആയി. ഇനി വണ്ടി അങ്ങനെയുള്ള വണ്ടി ഓടുമോ? അപ്പോൾ അതിൻ്റെ അത് ഓടണമെങ്കിൽ ഇതിനെല്ലാം റീസെറ്റ് ചെയ്ത് എടുക്കണം. നടക്കൂല, ഇനി നടക്കൂല. ഇപ്പോൾ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവീകം എന്നാണ്. ഇത് മൂന്നാമത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ഭൂലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദി ഭൗതികമാണ്. കാരണം ദേവകോപമാണ് ഇപ്പോൾ നടക്കുന്നത്. മനസ്സിലായി? ദേവകോപം നടക്കുമ്പോൾ ആരെ കൊണ്ട് നിയന്ത്രിക്കാനൊക്കില്ല. പഞ്ചഭൂതങ്ങൾ ഇളവിയിട്ടുള്ള ദോഷങ്ങൾ മനുഷ്യൻ രാശി മുഴുവൻ അനുഭവിച്ചേ പറ്റും. ഇപ്പൊ അതൊക്കെ നടക്കണം. അപ്പൊ സ്നേഹം, മനുഷ്യത്വം, കാരുണ്യം, ദയ ഇതെല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. അതെ, എന്റെ ചീഫ് മിനിസ്റ്റർ, ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ, എന്റെ രോഗം, എനിക്ക് ഒരു ആക്സിഡന്റ് ആയി, രോഗം വന്നപ്പോ അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഒരു എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ അയച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ, അയാൾ എന്നെയും ചോദിച്ചാൽ മാത്രമല്ല, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, ആവശ്യമില്ലാത്ത. ഇപ്പം ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു, താങ്കൾ അധികം കഷ്ടപ്പെടണ്ട. എന്ത് അയാൾ ചോദിക്കണം, പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി വേണം, മറ്റേതിൻ്റെ കോപ്പി വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു ആളുകളെ മുഷിപ്പിക്കാനുള്ള വിദ്യകളാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ വരുമാനം എത്ര, എൻ്റെ വരുമാനമല്ലേ അയാൾ ചോദിക്കുന്നത്, അതല്ലല്ലോ ചോദിക്കുന്നത്. അവരിപ്പോൾ ഇതിനെ എങ്ങനെ ഇവനെ തകിടം മറിക്കാം? 2 പ്രാവശ്യം നമ്മൾ കാലും വയ്യാതെ ആക്സിഡന്റ് ആയിട്ട് കാലും വയ്യാതെ 2 പ്രാവശ്യം മെനക്കെട്ടാണ്. അതുകൊണ്ട് അവനൊക്കെ കളഞ്ഞു അത്ര. അതെ. അപ്പൊ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അത്തരം ഒരു സഹായ മനോഭാവം എന്നുള്ളതില്ല. സഹായ മനോഭാവം ചീഫ് മിനിസ്റ്റർ പറഞ്ഞാലും പോടോ തന്റെ ജോലി നോക്കുന്ന കീഴുദ്യോഗസ്ഥന്മാരാണ് ഇരിക്കുന്നത്. പിന്നെന്ത് ചെയ്യാൻ? പിന്നെന്ത് ചെയ്യും? സ്വന്തം മാതാപിതാക്കളോട് തന്നെ പ്രതിബദ്ധതയില്ല, പിന്നെ ബാക്കിയുള്ളവർ. പിന്നെ ഇപ്പൊ തലപൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ CM. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അദ്ദേഹം റൂളായിട്ടുള്ള അങ്ങ് ചെയ്യും. താഴോട്ടുള്ള ചെയ്താലേ വകയുള്ളൂ, അവൻ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ തൻ്റെ അടുത്ത് എനിക്കൊന്നും വേണ്ടാന്ന്, അല്ലാതെ എന്ത് പറയും? അതുപോലെ ഈ സിനിമയിലും സീരിയലിലും കലാപരമായ ഒരുപാട് സംഗതികളിലൊക്കെ ചെയ്തിട്ട്
പിന്നെ എന്താ പറയാ വാർദ്ധക്യത്തിൽ എത്തിയ കലാകാരന്മാരുണ്ട്, അപസ കലാകാരന്മാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന സിനിമക്കാർ, അതെ, അവര് 5000 രൂപ വെച്ച് കൊടുക്കുന്നു. എനിക്കറിയാം, അതിൽ കിട്ടുന്ന ആളുകളൊക്കെ എനിക്കറിയാം. നമ്മുടെ കരിച്ചേട്ടനുണ്ട്, എൻ്റെ അകന്ന ഒരു ബന്ധുവും കൂടെയാണ്. അദ്ദേഹം പഴയ അയ്യപ്പൻ കെട്ടി വേഷം ചെയ്ത ആളാണ്. ഹരിയണ്ണ എന്ന് ഞാൻ പറയും. അദ്ദേഹം ഇവിടെ ഉണ്ട്, ഇപ്പൊ മദ്രാസിലായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം സത്യന്റെ കൂടെ അഭിനയിച്ച ആളാണ്. പണ്ട് ഇൻസ്പെക്ടറുടെ വേഷം കിട്ടുന്ന ആളാണ്. ആളൊക്കെ സുമുഖനുമാണ്. ഇടയ്ക്ക് കൂടെ വിളിക്കുമായിരുന്നു. ഇപ്പൊ വിളിയില്ല, കുറച്ച് ദിവസമായി. അപ്പൊ അദ്ദേഹം ആദ്യത്തെ അയ്യപ്പൻ, ശബരിമല അയ്യപ്പൻ എങ്ങനെയാണോ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ അതില് തികുറിച്ച് അദ്ദേഹമാണ് പന്തളത്തെ രാജാവ്. ആ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഭയങ്കര മനോഹരമായിരുന്നു ആ പടമൊക്കെ. ശ്രീരാമലു നായിഡുവാണ് അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസ് ചെയ്തത്, സേലം. അപ്പൊ അങ്ങനെ വന്ന അന്നത്തെ എഴുത്തുകാരും അങ്ങനെയായിരുന്നു. കാരണം ഭക്തിയുള്ള ആളുകളെ കൊണ്ടാണ് എഴുതിച്ചിരുന്നത്. അപ്പം ഭക്തിയുള്ളത് ആ ചരിത്രം പഠിച്ച് ചെയ്തപ്പോൾ കൃത്യമായിട്ടും അയ്യപ്പന്റെ രീതിയായിട്ട് തന്നെ വന്നു. അതും ഹരിയണ്ണൻ നല്ലൊരു ചെറുപ്രായമായിരുന്നു. അങ്ങനെ അത്രയ്ക്ക് ആകർഷകത്വമായിരുന്നു. ഇപ്പൊ ട്രിവാൻഡ്രത്തുണ്ട്. അദ്ദേഹത്തിന് സഹായം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് അമ്മയുടെ സഹായം കിട്ടുന്നു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എഴുതി കൊടുക്കണം. അമ്മയ്ക്ക് എഴുതി കൊടുത്ത് അവരുടെ പഴയ ഇതെല്ലാം അവിടുത്തെ സ്നാപ്പും അത് ഇത്. കടത്തുകാരൻ എന്നൊരു പടം കണ്ടിട്ടുണ്ട് പണ്ട്. ആ കടത്തുകാരനില് സത്യന്റെ കൂടെ വള്ളം തുഴഞ്ഞു പോകുന്നുണ്ട് ഇദ്ദേഹം. സത്യമാഷയുടെ അഭിനയിച്ച ആളാണ്, മോശമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അഭിനയിച്ചു കഴിഞ്ഞു പടം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും ഗവനിക്കൂല. പിന്നെ തിയേറ്റർ കളക്ഷൻ പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് ഒന്നുമില്ല. ഇത് സഹായം ലഭിച്ച ഒരാളാണ്. ഇതുപോലെ അവഗണിക്കപ്പെട്ട അവർക്ക് അവഗണിക്കപ്പെട്ടവർ ഒരുപാടുണ്ട്. കാരണം അവൻ ഇതിലേക്ക് വേണ്ടി പോകും. അമ്മയിൽ ഒരു അംഗത്വം വേണമെങ്കിൽ ഇത്ര പണം അവിടെ അടച്ച് കെട്ടണം എന്നൊക്കെ ഉണ്ട്. ഇതിന് ഹരിയണ്ണനെ സംബന്ധിച്ച് അങ്ങനെ വന്നില്ല. അത് വേണ്ടപ്പെട്ടവരെ കൊണ്ട് പറയുകയും ചെയ്തു. അദ്ദേഹം വേണ്ടതുപോലെ ചെയ്തു. അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് 5000 രൂപ. അതുപോലെ ഈ പ്രൊഫഷണൽ നാടകം, അമച്വർ നാടകരംഗമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള വേട്ടക്കുള്ള ശിവാനന്ദ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പൊ അദ്ദേഹമാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു നാടകത്തിന്റെ ഒരു പ്രസ്ഥാനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ അവശര് വന്നു കഴിഞ്ഞാൽ അവരൊരു നാടക പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവർക്കൊരു കളക്ഷൻ ഉണ്ടാക്കി വെച്ച് ആ ഫണ്ടിൽ നിന്ന് കൊടുക്കാനുള്ള ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടൂല. അപ്പൊ ചിലപ്പോ മറ്റേ അവശ്യ കലാകാര പെൻഷൻ ഉണ്ടെങ്കിൽ അവര് ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പ് വഴി പറഞ്ഞ് അതിന്റെ എവിഡൻസ് എല്ലാം കൊടുത്താൽ അതിന്റെ ഒരു അർഹത ഉണ്ടെങ്കിൽ അതിന്റെ പെൻഷൻ കിട്ടും. ഗാനമേളയില് ഓർക്കസ്ട്ര നോക്കിയിരുന്നവര്, സർക്കസ് കലാകാരന്മാർ, അതൊക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് കലാകാരന്മാര് പല വിധത്തിലാണ്. അവരെല്ലാം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവസ്ഥയിലാണ്. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അർദ്ധവയസ്സ് കഴിഞ്ഞ വാർദ്ധക്യമാണ്. അർദ്ധവയസ്സെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ 120 വയസ്സ് വരെ അവൻ ആയുസുള്ളൂ. പരമാവധി ആയുസ് 120 വയസ്സേ ഉള്ളൂ അസ്ട്രോളജി ജ്യോതിഷപ്രകാരം. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോ അർത്ഥായുസാണ്. 60 വയസ്സ് കഴിയുമ്പം രാജാക്കന്മാര് വരെ അന്നത്തെ കാലത്ത് എല്ലാം ഇട്ടെറിഞ്ഞിട്ടില്ലേ വാനപ്രസ്ഥത്തിന് പോണത്. അവിടെ പോകുമ്പോ വാർദ്ധക്യ പെൻഷൻ വേണമെന്ന് ആരെങ്കിലും ചോദിക്കും. അവര് വനത്തിനകത്ത് പോകുന്നു, അവിടെ കൈ കിട്ടിയ കായികനികളൊക്കെ തിന്നുന്നു, കാട്ടരുവിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, അവിടെ ഇരുന്ന് ചാവുന്നു. ചിലപ്പം വല്ല വന്യമൃഗങ്ങളുണ്ടെങ്കിൽ അത് പിടിച്ച് തീർക്കും ഇയാളെ. അത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ പിന്നെ ഇവന് തേടാൻ അവരാരും വരില്ല. വാനപ്രസ്ഥത്തിന് പോയാൽ വീട്ടിലുള്ളവരാരും പോയി തേടുന്നു. മനസ്സിലായി? വളരെ വളരെ ക്രൂരമായ ഇപ്പൊ ഈ പറഞ്ഞ തന്നെ കുടുംബത്തോടൊപ്പം ഗുരുവായൂർ കൊണ്ടുപോകുന്നു, അവിടെ നട തള്ളിയിട്ട് തിരിച്ചു വരുന്നു. അത് ഗുരുവായൂർ മാത്രമല്ലേ, പല സ്ഥലത്തുണ്ട്. ഗുരുവായൂർ മാത്രം, കന്യാകുമാരിയിലുണ്ട്. അതെ, ഞാൻ ജസ്റ്റ് ഒരു സ്ഥലം പറഞ്ഞതല്ലോ, നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലം പറഞ്ഞത്. പല ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് വിടാതെ തിരിച്ചു വരും. ഗുരുവായൂർ എന്ന് വെച്ചാൽ അവിടെ ആൾക്കൂട്ടമുള്ള സ്ഥലമാണ്. അതെ, അതുകൊണ്ട് ഇവരെ കൊണ്ട് തള്ളാൻ വരണം എന്നുള്ളവർക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. മനസ്സിലായി? അവരിവരെ കൊണ്ടുവച്ചിട്ട് ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മച്ച് കഴിച്ചോണ്ടിരിക്കുന്നത് ഇതാ വരണമെന്ന് ഞാൻ പോകും.
വൈകുന്നേരം ആകുമ്പോൾ ഇവർ വെപ്രാളപ്പെടും. കുറച്ച് വെപ്രാളൊക്കെ നിന്ന് 2-3 ദിവസം കഴിയുമ്പോൾ വെപ്രാളവും മാറും. അല്ല, ഇവർക്ക് യാതൊരു ഈ ചെയ്യുന്നവർക്ക് ഒരു പശ്ചാത്താപം പോലും അത് ഇല്ലാതെ വേറെ, അത് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പശ്ചാത്തലം വരും. അപ്പൊ നമുക്ക് അത് കൂറ് വേണം. ഇപ്പൊ ഞാന് നിങ്ങൾ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ നിങ്ങളോടുള്ള കൂറ് എനിക്ക് വേണം. മനസ്സിലായി? ആ കൂറില്ലാത്തടത്തോളം കാലം കൂറില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ. അല്ല, മുൻകാലങ്ങളിൽ ഇതില്ലായിരുന്നു, ഇപ്പോഴാണല്ലോ ഇത് വർദ്ധിക്കുന്നത്. എന്തായിരിക്കും കാരണം? അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ബാധ്യതയാവുമോ എന്നുള്ള ഉൾഭയമാണ് അതിന് കാരണം. മുൻകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ എല്ലാം കുടുംബത്തോട് ചേർത്ത് പിടിച്ചാണ് നമ്മളുടെ എന്റെ അച്ഛന് 96 വയസ്സ് വരെ എന്റെ അച്ഛൻ ഞങ്ങളോടൊപ്പം കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? 85 വയസ്സ് വരെ എന്റെ അമ്മ കഴിഞ്ഞു. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല. ഞാൻ ഒരു 10-35 കൊല്ലം എന്റെ അമ്മയൊക്കെ നോക്കിക്കൊണ്ട് മുംബായം എന്നൊരു സ്ഥലത്താണ് താമസിച്ചത്. ഇപ്പൊ എന്റെ അവസാനം ഞാൻ അവിടെ എല്ലാം കൊടുത്തു പോയപ്പോ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി തിരുവട്ടാണ്. അപ്പൊ അവിടെ എന്റെ അനിയനും അനിയത്തിയെ കൊണ്ട് അവര് സംരക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? അതിന് ആ തലമുറയുടെ തന്നെ ചോദിക്കണം. അല്ല, എന്നാൽ ഇദ്ദേഹത്തിന് ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ആ ഒരു പ്രതിബദ്ധത ഇല്ലാതെ പോയത്? അവർക്ക് ഉത്തരവാദിത്വം എടുക്കാൻ വയ്യാത്തതുണ്ട്. മനസ്സിലായി? അതിന് പ്രധാന ഉത്തരവാദിത്വം എടുക്കട്ടെ. കാരണം അവർക്കൊരു പനിയോ വന്നാലോ അല്ലെങ്കിൽ അവർക്ക് ചൂട് കഞ്ഞി വേണമെന്നോ ചൂട് വെള്ളം വേണമെന്നോ ആരെങ്കിലും എടുത്തോണ്ട് കൊടുക്കാൻ ആള് വേണ്ടേ? അപ്പൊ അവർക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിരിക്കും. അവർക്ക് ഇഷ്ടം വരില്ല. ഇവരെ തള്ളും. നാളെ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. അവർക്ക് വരുന്നോ വരാതെ പോയോ അപ്പോൾ നാളെ എന്റെ അവസ്ഥ ഇത് തന്നെയാണെന്നുള്ളത് അവർക്ക് അവസ്ഥയെ പറ്റി അവർ ചിന്തിക്കില്ല. അവർക്കിടെ കാര്യം നടക്കണം. അവർക്കിത് ഒഴിവാക്കാൻ പറ്റണം. അതുപോലെ ഇപ്പൊ ഈ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്താൽ പരിപാലിക്കുന്നില്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ എഴുതി കൊടുത്തതിന് ശേഷം ആരും ശബ്ദത്തിന് തിരിച്ചു ആരും തിരിഞ്ഞു. എഴുതി കൊടുത്തതിന് ശേഷം ആരും പോയി അല്ല, അതല്ല നമ്മളെ നോക്കുന്നില്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ ശരി, നിലവിലുള്ള സ്വത്തുക്കൾ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാം. എഴുതി കൊടുത്ത ആളുടെ മനോഭാവം അനുസരിച്ചിരിക്കും നീക്കണ്ടത്. അങ്ങനെ ആരും കയറി ചോദിക്കൊന്നുമില്ല. കൊടുത്തതല്ല. അങ്ങനെ അന്തസ്സുള്ളവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാൻ പോകില്ല. അന്തസ്സും ആഭിജാത്യം വച്ച് കൊല്ലുത്തുന്നവരുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തത് തിരിച്ചു എടുക്കാൻ പോകില്ല. അല്ല, അങ്ങനെയാണ് ഇപ്പൊ പുതിയ നിയമം ഉണ്ടാക്കിയത്. ഞാൻ ആ നിയമത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നിയമമാണെങ്കിലും ആ നിയമം ആക്ട് ചെയ്യാൻ, കാരണം നമ്മൾ ആകെയുള്ള വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്, വേറെ ഒരു സ്വത്തുക്കളും ഇല്ല. അതിനൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അവരെ പരിരക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞു, നിയമം കൊണ്ടുവന്നു, ഇവരെ പരിരക്ഷിക്കാൻ കൊടുത്താൽ അവരതിനകത്ത് മറ്റേ എന്തെന്ന് പറയാം, അത്യാഹിതം കൊല്ലപ്പെടും. അതാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ, ആ സ്വത്തിന് വേണ്ടിയെങ്കിലും മാതാപിതാക്കളെ നോക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിത്തൊലി പോലെ ഉള്ളി എന്നൊരു വസ്തുവുണ്ട്. അതിൽ എല്ലാം ക്യാബേജ്, ഇതിലെല്ലാം ഇലകൾ എടുത്ത് കളഞ്ഞാൽ അതിനകത്തൊരു വസ്തു ഉണ്ടാകുമോ? ഇല്ല, പിന്നെ ഒന്നുമില്ല. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഉള്ളി പോലത്തെ ഒരു സംഗതിയാണ്. എല്ലാ തൊലി എടുത്ത് കളഞ്ഞാൽ അതിന് ഉള്ളി എന്നൊരു സാധനം ഇല്ലാതെയാണ്. അതാണ്. കോടതികൾക്ക് പോലും ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇപ്പൊ ദേവൻ രാമചന്ദ്രൻ എത്രയോ കേസുകൾ വരുന്നുണ്ട്. എനിക്ക് ഒന്ന് പറയാനുള്ളത്, കോടതിയിൽ എനിക്ക് ബഹുമാനം ഇഷ്ടപ്പെട്ട ഒരാൾ ദേവൻ രാമചന്ദ്രൻ സാർ മാത്രമാണ്. അദ്ദേഹത്തിന്റെ നീതിയും അദ്ദേഹത്തിന്റെ ഇതും അതൊക്കെ എത്ര പേര് കാണും? അങ്ങനെ വളരെ ചുരുക്കമല്ലേ കാണുള്ളൂ. കൂട്ടത്തില് എൻ്റെ സുഹൃത്തായ തങ്കന്തൂരോട്ട പറഞ്ഞ കാര്യത്തിനോട് എനിക്കൊരു അഭിപ്രായം. എൻ്റെ അളിയൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവായ ഒരു സ്ത്രീ, അവർ ഗുരുവായൂർ അമ്പലത്തിനടുത്തൊരു ഫ്ലാറ്റിലാണ് താമസം. അവർക്ക് 2 കുട്ടികളുണ്ട്, 2 ആൺമക്കളാണ്. ഈ 2 ആൺമക്കൾക്കും ഉള്ള വീതമെല്ലാം കൊടുത്തിട്ട് അവർ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റിൽ ഡെയിലി ഗുരുവായൂരപ്പനെ പോയി തൊഴുത് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് ജീവിക്കുകയാണ്. ഒരു ദിവസം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ പോലും തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മകൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു. ഒടുവിൽ ആ ഫോണും അവർക്ക് കൊടുത്തു. എന്നിട്ട് എൻ്റെ അളിയനായ മിസ്റ്റർ മുരളീധരൻ സ്വന്തമായൊരു ഫോൺ വാങ്ങി അവർക്ക് കൊടുത്തു. ഇതാണ് ആ സംഭവത്തെക്കുറിച്ച് പറയാൻ.